നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മുരുകൻ ചേട്ടന്റെ സ്നേഹവും വീരകഥകളും ഒക്കെ പറയാൻ തുടങ്ങിയ ലതയ്ക്ക് നാവ് വായിലിടാൻ പറ്റില്ലല്ലോ. ബാക്കി കഥയൊക്കെ നിങ്ങൾ കൊല്ലത്തേക്ക് വരുമ്പോ പറഞ്ഞാ മതി. തൽക്കാലം ഞങ്ങൾ ഇറങ്ങട്ടെ. പോവാൻ ചേട്ടാ. ചേട്ടത്തി പോയിട്ട് വരട്ടെ. ഒരുപാട് വൈകാതെ അങ്ങ് വരണേ രണ്ടുപേരും. ഞങ്ങളുടെ സുന്ദരിക്കുട്ടി അവിടെ കിടക്കല്ലേ, വരാതിരിക്കാൻ പറ്റൂ? അപ്പോ സ്വന്തം മോളുടെ കാര്യം പറയുന്നില്ലേ? മാലിനി എവിടെയാണേ ഉള്ളത്? അതെ, മാലിനി സുന്ദരിയുടെ അടുത്താ നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതേക്കുറിച്ച് ആലോചിക്കേ വേണ്ട. സ്വന്തം മോളെ പോലെ, അല്ലെങ്കിൽ ഒരു അനിയത്തിയെ പോലെ സുന്ദരി അവളെ നോയിക്കോളും. ശ്രീദേവി, ഇവരെ ഞാനൊരു ടാക്സി പിടിച്ച് കയറ്റി വിട്ടിട്ട് വരാം. ഫാക്ടറിയിലും കയറിയിട്ട് ഞാൻ വരൂ കേട്ടോ. അപ്പ അമ്മാവൻ നാടുവിടാനുള്ള പരിപാടിയായിരുന്നല്ലേ? അമ്മാവെന്ന് വിളിച്ചത് വെറുതെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ തമ്മിലേ ഒരു കല്യാണം ഉറപ്പിക്കൽ നടന്നായിരുന്നു, മോളെ കെട്ടിച്ചേരാന്ന്. മാലിനി പക്ഷെ അത് ചീറ്റിപ്പോയി. നടന്നിരുന്നെങ്കിൽ മിസ്റ്റർ മുരുകനും പുറകന്റെ അമ്മാവനായനെ. നിനക്കിപ്പോ എന്താടാ വേണ്ടത്? ഓ അയ്യോ, എനിക്കൊന്നും വേണ്ടായേ. ഒരു വിവരം അറിയിക്കാനായിട്ട് ഇതിലെ വന്നപ്പോ ഒന്ന് കേറി, അത്രേ ഉള്ളൂ. ഞാനിപ്പോ തന്നെ പോയേക്കാം. നിന്റെ ഒരു വിവരവും ഞങ്ങൾക്ക് കേക്കണ്ട. മുറ്റത്തുനിന്ന് വണ്ടിയെടുത്ത് മാറ്റടാ. വീട്ടുമുറ്റത്തേക്ക് കേറി വന്നവനെ ആട്ടി ഇറക്കല്ലേ മാഷെ. പറയുന്നൊന്ന് കേക്ക്. എനിക്ക് പറയാനുള്ളത് ഈ മാഷിനോടാ. എന്നെ മരുമോനാക്കാൻ ഭാഗ്യമില്ലാതെ പോയ മുരുകൻ മാഷിനോട്. അതെ, ഇരു ചെവി അറിയാതെ തിരികെ പോവാനാണ് ഇപ്പൊ ഇറങ്ങിയതെന്ന് മനസ്സിലായി. പഴയ പുല്ലാറ്റിങ്കരക്കാരനായതുകൊണ്ട് തന്നെ ഈ ഗ്രാമം വിടാനുള്ള സകല വഴികളും നല്ല തിട്ടമായിരിക്കും എന്ന് പറയാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇനി പുല്ലാറ്റിൻകരയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള എല്ലാ വഴികളിലും സേവിച്ചന്റെ പിള്ളേർ നിൽപ്പുണ്ട്. ജീവനോടെ നീനി ഇവിടം വിട്ട് പോവില്ല മുരുക. പിന്നെ ഒരു രക്ഷാമാർഗമുണ്ട്. കടല് കടന്ന് അക്കരെ പോണം. പക്ഷെ അവിടെയാണ് മെയിൻ ആള്. സാക്ഷാൽ സേവിച്ചായ. സേവിച്ചായൻ കടപ്പുറത്ത് നിൽപ്പുണ്ട്. തീർന്നു മുരുക. പറഞ്ഞില്ലേ, നീ ഈ പുല്ലാറ്റിങ്കര വിട്ട് ജീവനോടെ പോവില്ല. ഒരു മനുഷ്യനെ വെട്ടി ശവതുല്യമാക്കി കിടത്തിയിട്ട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന എല്ലാം സർവരും അങ്ങ് മറക്കുമെന്ന് കരുതിയോ നീ? ഇല്ല മുരുക. കുരിശുമുട്ടിൽ കൊച്ചു പത്രോസും സേവിച്ചനൊന്നും
മാപ്പ് തരില്ല നിനക്ക്. ഇനി നീ പുരയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ വരും സേവിച്ചാൻ, വന്നിരിക്കും സേവിച്ചാൻ. ചോദിച്ചു നോക്ക് അയാളുടെ സ്വഭാവം ഈ പുന്നാര ചേട്ടനോട്. വെട്ടാനും കുത്താനും ഒന്നും നിൽക്കില്ല. ഉൾപ്പെടെ മണ്ണെണ്ണ വെച്ച് കത്തിക്കും. എന്തായാലും ഞാൻ ഹാപ്പിയാ. തൽക്കാലം ഈ കളിക്ക് ഞാൻ ഇറങ്ങുന്നില്ല. കരയ്ക്ക് നിന്ന് കളി കാണുന്നേ ഉള്ളൂ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങളായി നിങ്ങളുടെ പാടായി കാണാം. ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും. വണ്ടി എടുക്കടാ. ഇനിയിപ്പോ എന്ത് ചെയ്യട്ടാ? ഒന്നും ചെയ്യാനില്ല. ഞാനാ പറയുന്നത്. ലത വണ്ടി കയറും. നിങ്ങളെ ഒരു പോറിലും ഏൽപ്പിക്കാതെ ഞാൻ പുറത്തിറക്കി തരും. ഏട്ടാ വേണ്ട, ഒരു പരീക്ഷണത്തിൽ നിൽക്കണ്ട. അവനൊരു ഭ്രാന്തനാ. എന്ത് ചെയ്യും? അവൻ ഒന്നും ചെയ്യില്ല. ലത വണ്ടി കയറും. കേരടാ മുരുക. കയറും. നീ എവിടെ നിക്കില്ലതേ. ഞാനിപ്പോ വരാം. എന്താടാ ചേട്ടനൊന്ന് മാറിക്കേ. എന്തു പറ്റി? ഞാനൊന്ന് കടപ്പുറം വരെ പോയിട്ട് വരാം. സേവിയുടെ അടുത്തേക്കാണോ നീ പോകുന്നത്? എനിക്ക് തനിച്ചു പോണ്ട, ഞാനും വരാം. ഏട്ടത് വേണോ? ഒന്ന് സമാധാനിക്ക് ശ്രീദേവി. പോകുന്നതേ കൃഷ്ണനും മുരുകനുമാ. ഒന്നും സംഭവിക്കില്ല. നീ വണ്ടി എടുക്കാനിയാ. മുരുകനെ പുകച്ച് പുറത്തേടിക്കാൻ പോയ ജിയോ മച്ചാനെ മുരുകനും കൃഷ്ണനും ചേർന്ന് പഞ്ഞി കിട്ടോ സേവിച്ചായ കാണാനില്ലല്ലോ.